വിഷയത്തിൽ വാക്പോരുകളും സംഘർഷങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രാജ്യങ്ങൾ അതീവ ജാഗ്രതയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലുണ്ടായ വിമാന അപകടത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ കൊല്ലപ്പെട്ടതും ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. ആ സംഭവത്തിന്റെ ഞെട്ടൽ മാറും മുൻപ് തന്നെ ലോകരാജ്യങ്ങളെ ഭയത്തിലാക്കിയ മറ്റൊരു വിമാനാപകടത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. MP അടക്കം 15 പേരാണ് ആ വിമാനാപകടത്തിൽ മരിച്ചത്. വടക്കുകിഴക്കൻ കൊളംബിയയിൽ ചെറുവിമാനം തകർന്നു വീണ് 15 പേർ കൊല്ലപ്പെട്ടു. കൊളംബിയ വെനസ്വേല അതിർത്തി പ്രദേശമായ ഡി സാന്റാൻഡർ പ്രവിശ്യയിൽ ബുധനാഴ്ചയാണ് അപകടം ഉണ്ടായത്. നേതാക്കളെ ലക്ഷ്യമാക്കിയുള്ള അപകടങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ചില ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട്. സർക്കാർ ഉടമസ്ഥതയിലുള്ള എയർലൈനായ സറ്റേനയുടെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 13 യാത്രക്കാരും 2 ജീവനക്കാരും വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ കൊളംബിയൻ പാർലമെന്റ് അംഗവും ഉൾപ്പെടുന്നു. വിമാന അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായും അപകടത്തിൽ ആരും രക്ഷപ്പെട്ടില്ലെന്നും ഗതാഗത മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. വനപ്രദേശത്താണ് വിമാനം തകർന്നു വീണത്. ക്യുഗറ്റയിലെ കമിലിയോ ഡാസ വിമാനത്താവളത്തിൽ നിന്നും പ്രാദേശിക സമയം രാവിലെ 11:42 ഒക്കാനയിലേക്കാണ് വിമാനം പുറപ്പെട്ടത്. പക്ഷേ പറന്നുയർന്ന മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം നഷ്ടമായിരുന്നു. അപകടത്തിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. അതേസമയം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെയും മറ്റ് 5 പേരുടെയും മരണത്തിന് കാരണമായ വിമാനാപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഉദ്യോഗസ്ഥനും ഫോറൻസിക് സംഘങ്ങളും വ്യാഴാഴ്ച ബാരാമതിയിലെ അപകട സ്ഥലത്തെത്തിയിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ വിമാനം ബാരാമതിയിൽ ഇടിച്ചിറക്കുകയായിരുന്നു. അപകടവുമായി ബന്ധപ്പെട്ട് പൂനെ റൂറൽ പോലീസ് ബാരാമതി താലൂക്ക് പോലീസ് സ്റ്റേഷനിൽ അപകട മരണ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യുകയും കൂടുതൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിന് കാരണമായ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് പൂനെ റൂറൽ പോലീസ് ബാരാമതി താലൂക്ക് പോലീസ് സ്റ്റേഷനിൽ അപകട മരണ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പൂനെ പോലീസിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കേന്ദ്രമന്ത്രി രക്ഷാ ബെഡ്സെ സംഭവത്തെ ഹൃദയഭേദകമെന്ന് വിശേഷിപ്പിച്ചു. അജിത് പവാറിനെ പോലെ മറ്റൊരു നേതാവിനെ മഹാരാഷ്ട്ര ഇനി കാണില്ലെന്നും പറഞ്ഞു. ഇന്നലെ നടന്ന അപകടം ഹൃദയഭേദകമാണ്. ഇങ്ങനെയൊരു സംഭവം സംഭവിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഇന്നലെ ആ വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമായി. അജിത് ദാദയെ പോലുള്ള മറ്റൊരു നേതാവ് മഹാരാഷ്ട്രയ്ക്ക് ഉണ്ടാകില്ലെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം ഉൾപ്രദേശങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. മഹാരാഷ്ട്രയുടെ വികസനത്തിൽ വലിയ പങ്കുവഹിച്ച ഒരു നല്ല നേതാവായിരുന്നു അദ്ദേഹം, രക്ഷാ ബെഡ്സെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതിനിടെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി തലവൻ ശരത് പവാറും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന തലവൻ രാജ് താക്കറെയും അജിത് പവാറിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ബാരാമതിയിലെത്തി. ജനുവരി 28-ന് വിമാനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നാഷണലിസ്റ്റ് കോൺഗ്രസ് നേതാവിന്റെ സംസ്കാര ചടങ്ങുകൾ ബാരാമതിയിലെ വിദ്യാ പ്രതിഷ്ഠാൻ മൈതാനത്ത് പുരോഗമിക്കുകയാണ്. 2019 നവംബറിൽ അദ്ദേഹം NCPയിൽ പിളർപ്പ് സൃഷ്ടിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരിൽ ചേരുകയും ഉപമുഖ്യമന്ത്രിയാവുകയും ചെയ്തു. 2024 ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിന് പാർട്ടിയുടെ പേരും ചിഹ്നവും നൽകി. ഇതൊക്കെയാണെങ്കിലും അജിത് പവാർ തന്റെ അമ്മാവനായ ശരത് പവാറുമായി വളരെ അടുപ്പമുള്ള ആളാണെന്നും അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശത്തിലാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. അടുത്തിടെ നടന്ന പൂനെ പിംപ്രി ചിഞ്ച്വാഡ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ NCPയുടെ 2 എതിരാളി വിഭാഗങ്ങൾ ഒരു സഖ്യം രൂപീകരിച്ച് പൂനെയ്ക്ക് ഒരു ഏകീകൃത വികസന അജണ്ട അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.